CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ പിന്തുണച്ചും എതിർത്തും ചർച്ച. ദിവ്യക്കെതിരായ വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും ദിവ്യ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തത് അപക്വമായ പെരുമാറ്റമെന്നും വിമർശനം. അതേസമയം ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്നും നടപടി ശരിയായ രീതിയിലായിരുന്നില്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സ്വർണ്ണക്കടത്ത് വിവാദത്തിലും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഇന്നിപ്പോൾ പൊതുചർച്ച ആരംഭിച്ചിരിക്കുന്നു. ഇന്നലത്തെ റിപ്പോർട്ടിന്മേൽ തന്നെയുള്ള പൊതുചർച്ച, അതിനപ്പുറത്തേക്ക് PP ദിവ്യ അടക്കമുള്ള വിഷയങ്ങളെല്ലാം പ്രവർത്തകർ അഭിപ്രായം പറയുകയാണ്, പ്രതിനിധികൾ. അപ്പോൾ PP ദിവ്യയുടെ കാര്യത്തിലടക്കം ഏതെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇതുവരെ ഉയർന്നത്? പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ഏതാണ്ട് 7ഓളം ഏരിയ കമ്മിറ്റികൾ ഇതിനോടകം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും PP ദിവ്യ വിഷയം, ഒപ്പം ഈ സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ തുടങ്ങിയവയിലൊക്കെയാണ് പ്രധാനമായും ചർച്ചകൾ ചൂടുപിടിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മനു തോമസിനെതിരെയും മറ്റൊന്ന് PP ദിവ്യക്കെതിരെയും നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ് ദിവ്യയെ അനുകൂലിച്ചും എതിർത്തുമുള്ള ചർച്ചകൾ നടക്കുന്നത്. ഒപ്പം സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ P ജയരാജനെ പേരെടുത്തു പറഞ്ഞും പറയാതെയും ഇപ്പോൾ പ്രതിനിധികൾ വിമർശിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് ആകാശ് തിലങ്കേരിയും അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിൽ ഷാജിർ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം കൂടി മനു തോമസ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ആരോപണം ഉന്നയിച്ച് മനു തോമസിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ P ജയരാജൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത് വലിയ തെറ്റിദ്ധാരണയ്ക്കും അതുപോലെ പാർട്ടിക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് വലിയ അവമതിപ്പിനും ഇടയുണ്ടാക്കി എന്നാണ് ഇപ്പോൾ പ്രതിനിധികളിൽ ചിലർ ശക്തമായി തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ നിന്നുള്ള ആളുകളാണ് P ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് P ജയരാജൻ അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം P ജയരാജനെ പേരെടുത്ത് പറഞ്ഞ് ഒരു ഘട്ടത്തിലും മനു തോമസ് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് P ജയരാജൻ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് അത് P ജയരാജന് പോലും ഇതിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കളങ്കിത ഭാവം പൊതുവിടത്ത് ഉണ്ടാക്കാൻ മാത്രമാണ് അത് ഉപകരിച്ചത് എന്ന തരത്തിലാണ് ആളുകൾ ചില പ്രതിനിധികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ സമൂഹ മാധ്യമ പോരിൽ എന്തിനാണ് CPMന്റെ നേതൃത്വം പങ്കാളികളാവുന്നത് എന്നാണ് പ്രതിനിധികൾ ചോദിക്കുന്നത്. മാത്രമല്ല, പ്രസ്താവനകൾക്ക് പകരം വിവാദങ്ങളിൽ കർശന നടപടിയായിരുന്നു വേണ്ടിയിരുന്നതെന്നും ചില പ്രതിനിധികൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊന്ന് PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. PP ദിവ്യയെ എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റേണ്ടി വന്നതെന്ന കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായി വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ചർച്ചയിൽ ദിവ്യയെ അനുകൂലിച്ചും എതിർത്തും പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ മാടായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള അംഗങ്ങളാണ് PP ദിവ്യക്കെതിരെ അതിശക്തമായ തരത്തിൽ സംസാരിക്കുന്നത്. ദിവ്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. ദിവ്യ ഒരു അധികാര കേന്ദ്രമായി പലപ്പോഴും മാറി ഒരു സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുകയും അപക്വമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ആരോപണം. ഒപ്പം ദിവ്യയെ അനുകൂലിച്ചുകൂടിയുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് PP ദിവ്യയുടെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ പങ്കാളികളാവുന്നത്. ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങി എന്ന ഒരു തോന്നൽ ഉണ്ടാക്കി എന്നാണ് പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി പറഞ്ഞത്. നടപടി ശരിയായ രീതിയിലായിരുന്നില്ല, തിരക്കിട്ട് ദിവ്യക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു. അതായത് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും നിലനിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് കോടതി നടപടികളിലേക്കൊന്നും പോവാതെ അതിനു മുമ്പ് തന്നെ ദിവ്യയെ പുറത്താക്കിയത് ഒരു മാധ്യമങ്ങൾക്ക് വഴങ്ങിയെടുത്ത ഒരു നടപടി എന്ന തരത്തിലേക്ക് തോന്നലുണ്ടാക്കി എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ വിമർശനം ഉണ്ടാവുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച നിലപാട് നന്നായില്ല. അത് കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന വിമർശനവും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും 3 മണിയോടുകൂടി പൂർണ്ണമായും പൊതുചർച്ച പൂർത്തിയാകും. അതിനുശേഷം പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ വിശദമായ മറുപടി നൽകുകയും ചെയ്യും.